അറിഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത്. കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു, പിന്നെ അതൊരു വരുമാന മാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകൽ തുടങ്ങി. പക്ഷെ മറ്റു മതത്തിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു അവർ രജിസ്റ്റർ ചെയ്ത കുറവുകാട് മാലില്ല. നമ്മളെ മാലിയിൽ അവർ രജിസ്ട്രേഷനോ കാര്യങ്ങളോ നമ്മളെ മാലിയായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ കുട്ടികൾ കുറച്ച് നമ്മളെ മദ്രസ പഠിച്ചെന്നല്ലാതെ നമ്മളായിട്ട് വേറെ യാതൊരു ഇത് ബന്ധമില്ല. അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള ഖബർസ്ഥാനുള്ള മഹല്ലിൽ തന്നെയല്ലേ ഇവരങ്ങാട്ടുള്ളത്? അതെ അതെ, അവരങ്ങായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കുക എന്നുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മളികാമുകളേറിയ മണ്ണന്റെ തൊഴിൽ മറാപ്പു കേട്ടുന്നതും ഭവാൻ. എന്നാലോന്റെ കൃഷ്ണ, ഇതൊരു ഒരുമാതിരി കൊടും ചതിയായി പോയല്ലോ. ഇനി നമ്മുടെ നന്ദനത്തിന്റെ ബാലാമണിയെ പോലെ കൃഷ്ണ എന്നൊക്കെ പാടേണ്ടി വരില്ല ചേച്ചിക്ക്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ജസ്ന ചേച്ചി ഫാൻസ് അസോസിയേഷൻ ഓൾ കേരള മെമ്പേഴ്സ് എല്ലാം അസ്വസ്ഥരാണ്. ഞങ്ങളത് അനുവദിക്കത്തില്ലെന്നേ. നിങ്ങൾക്ക് എന്തോ ആവാന്നാണോ? ജസ്ന ചേച്ചിയെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയും, നോക്കിക്കോ. ഇനി കാര്യങ്ങൾ കുറെ പറയാനുണ്ട്. ജസ്ന ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്ന ചേച്ചി, നിങ്ങളിങ്ങനെ ക്രൂശിലേറ്റുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ജസ്ന ചേച്ചി തെറ്റെന്താണ്? മറ്റൊരു മതത്തിൽ നിന്നുണ്ട് വേറൊരു മതത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ കൃഷ്ണൻ്റെ ഇതൊക്കെ വരച്ചിട്ട് അത് മൊത്തം ആൾക്കാരെ കാണിച്ചിട്ട് അതിൽ നിന്ന് ഇച്ചിരി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചതോ? ഇച്ചിരി എന്താണ് വിശ്വാസികളെ വിറ്റ് തിന്നാൻ വേണ്ടി ശ്രമിച്ചതോ? എന്തിനാണ് നിങ്ങൾ ജസ്ന ചേച്ചി കല്ലെറിയുന്നത്? ഞങ്ങൾ അസ്വസ്ഥരാണ് കേട്ടോ, ഭയങ്കര അസ്വസ്ഥതയാണ് ഞങ്ങൾക്ക്. ആദ്യം എന്താ വിഷയം എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ വരാം. പക്ഷേ നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം കാണാം. നമുക്ക് ആദ്യം ജസ്ന ചേച്ചിയുടെ കണ്ണീരിൽ നിന്ന് തുടങ്ങാം. എന്തോ അത് അങ്ങനെയാണ്, നമുക്ക് തുടങ്ങാം. ഓക്കെ, ജസ്ന ചേച്ചി ആദ്യം എന്ത് പറയുന്നത് നോക്കാം. അറിഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത്. കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു, പിന്നെ അതൊരു വരുമാന മാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകൽ തുടങ്ങി. പക്ഷെ മറ്റു മതത്തിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റ് എന്താണ്? മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതാണോ നിങ്ങൾ എന്നിൽ കാണുന്ന തെറ്റ്? പലരും പറയുന്നു ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന്. ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടാ ജീവിക്കുന്നത്. ഞാൻ ഉറക്കൊഴിഞ്ഞ് ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ കഴിവിനെ വിട്ടത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിന്റെ മുമ്പിൽ മാറിയത്. കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അറിഞ്ഞില്ല ഞാന്. ആക്ച്വലി ഒരാളെ വിഷമത്തിൽ കളിയാക്കുന്നൊരു സ്വഭാവമൊന്നും അധികം എനിക്കില്ല. എന്നാൽ അർഹതപ്പെട്ടവരെ കളിയാക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു പാവം പെൺകുട്ടിയല്ലടാ, ഈ ഓരോ സമയത്താണോടാ ക്രൂര ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കൊള്ളത്തില്ല. ബിക്കോസ് ഈ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് സത്യം പറഞ്ഞ കള്ളക്കരച്ചിൽ കരഞ്ഞിട്ട് എൻ്റെ കണ്ണുനീരും വന്നോ എന്നെ പോട്ടെ. അതായത് ഈ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനെ ഈ വിറ്റ് തിന്നുന്ന കുറേ ആൾക്കാരുണ്ട്. സമൂഹത്തിൻ്റെ വിശ്വാസത്തിനെ വിറ്റ് തിന്നുന്ന ആൾക്കാരുണ്ട്. അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു പരിപാടി പോലെ. ഒരു വിശ്വാസത്തിൻ്റെ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സംഭവങ്ങൾ, ഏത് വിശ്വാസത്തിൻ്റെ ഇതിൽ നിങ്ങൾ പോകാൻ മതമോ എന്തും ആയിക്കോട്ടെ, അതിനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ഈ രാജ്യത്തെ ഭരണഘടന നിങ്ങൾക്ക് അനുവദിച്ച് നൽകുന്ന കാര്യമാണ്. അതിനാർക്കും ഒരു തടസ്സവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു മാതിരിയൊക്കെ വേണം. മറ്റേ നമ്മുടെ എന്താണ് ഈ ലൂസിഫർ സിനിമയ്ക്കകത്ത് ഒരു മാതിരിയൊക്കെ വേണ്ടടേ, ആ പരിപാടി ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഈ ആൾക്കാരെ മൊത്തത്തിൽ അങ്ങോട്ട് മുഞ്ചിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അതാണ് പറഞ്ഞത്, അവസാനം മാറാപ്പ് കേട്ടിത്തരും. കൃഷ്ണനെ ഒന്ന് വിളിച്ചു അതിനകത്ത് കൃഷ്ണൻ തന്നെ തന്നതാ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിഷയം ആദ്യം നമുക്ക് നോക്കാം, അതിനുശേഷം വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. എന്താഹ്വാനം? കലാപാഹ്വാനം. വളരെ നമ്മുടെ എന്താണ് ഡൈവേഴ്സിറ്റി ഉണ്ട്, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു സംഭവം പോളിസി പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മഹത്തായ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്തിൻ്റെ അകത്ത് എല്ലാ മത, ജാതി, വർഗ, വർണ്ണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിവിടെ ഒത്തൊരുമയോടെ ജീവിക്കുന്നു പറഞ്ഞാൽ അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എന്നുള്ളൊരു അച്ചുതണ്ട് ഉള്ളതുകൊണ്ടാണ്.
ഈ സാധനത്തിനെ മറികടന്നുകൊണ്ട് വിശ്വാസത്തിനെ വിറ്റ് തിന്നുന്ന ആൾക്കാരും മതത്തിനെ പ്രീണിപ്പിക്കുന്ന ആൾക്കാരും മതത്തിനെ പറഞ്ഞ് അടിപ്പിക്കുന്ന ആൾക്കാരും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് എല്ലാവരും ആ മതം ഇതുമായിട്ട് പറഞ്ഞു നടക്കുന്ന കുറെ തീവ്ര എക്സ്ട്രീമിസ്റ്റുകളെല്ലാം ഇതിനകത്ത് പെടും. അപ്പം ഇതിനകത്ത് ഇവർ ചെയ്തേക്കുന്ന ഒരു സംഭവം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരു ഇസ്ലാമികമായിട്ടുള്ള പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീ വന്നിട്ട് കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു, മോദിക്ക് കൊടുക്കുന്നു, നമ്മുടെ സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു, ഇങ്ങനെ മറ്റ് പലർക്കും കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഒരു ഹിന്ദു വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ വിചാരിക്കും, ഹിന്ദു നല്ല സ്ത്രീ, ഹിന്ദു നല്ല ഒരു മനസ്സിനുടമയാണ് അവർ എന്നുള്ളതാണ്. ഒരു മുതലെടുപ്പിന്റെ പരിപാടിയായിരുന്നു ഇവരുടെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ട്? ഇവരുടെ കണ്ണീരും ഇവരുടെ കരച്ചിലും ഒക്കെ ഇത് ഇപ്പം ഞാൻ കാണിച്ച വീഡിയോ കുറേ മാസങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇവരുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയായിരുന്നു, കരച്ചിൽ. ഓക്കെ, പക്ഷെ നമുക്ക് എവിഡന്റ് ആയിട്ടൊരു കാര്യമൊന്നുമില്ല. പക്ഷെ ഹൈക്കോടതി തന്നെ വന്നിരിക്കുന്നു. ബാക്കി കൂടെ കേൾക്കാം. സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്? കീർത്തന, ഈ ജസ്ന സലീം ഒരു ചിത്രകാരിയാണ്. ഒരു കൃഷ്ണഭക്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക്, ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു. പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം ചിലപ്പോൾ ഇതിനകത്ത് കുറെ ആൾക്കാർ എത്തിയിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ റേഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇത് കാണുമായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അതെന്തുവാടെ കുഴപ്പം? ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വെച്ചിട്ട് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ സംഭവം? ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യം വിശ്വാസിയാണ് വിശ്വാസിയല്ല എന്നുള്ള കാര്യം ഇവിടെ പറയാൻ പ്രസക്തമായിട്ടുള്ള കാര്യമേ അല്ല. കാരണം അത് വേറെ തലമാണ്, അത് പോട്ടെ. പക്ഷെ ഇവിടുത്തെ വിശ്വാസികൾക്ക് ഇപ്പോൾ ഒരു അമ്പലം, ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ ടെമ്പിൾ, അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഷടാധാര പ്രതിഷ്ഠകളും അതിൻ്റെ നിരന്തരമായിട്ടുള്ള പൂജാവിധികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ഓരോരോ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിലും അതിൻ്റെ പ്രതിഷ്ഠാവിധികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പലതുമാണ്. സോ ഓക്കെ, ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന വിളംബരമൊക്കെ നിങ്ങൾക്ക് പണ്ടേ അറിയാം, അതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ എങ്കിലും ആ ഒരു അമ്പലത്തിൻ്റെ ആയിട്ടുള്ള കുറേ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇതര മതങ്ങൾക്കുമുണ്ട്. ഇപ്പൊ ഇസ്ലാമിന്റെ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അതിന് കാരണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന് എന്തോ എനിക്കറിയത്തില്ല, കാണുമായിരിക്കും, എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അതുകൊണ്ടാണ് ഞാൻ അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ല. അപ്പം ആ ഒരു അമ്പലത്തിന്റെ ചുറ്റുപാടുകളിലോ ആ അമ്പലത്തിന്റെ അകത്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനകത്ത് കംപ്ലൈന്റ് കൊടുക്കും. അമ്പലത്തിൻ്റെ അകത്ത്, ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മുടെ ഈ ചോര, ബ്ലഡ് വീണ് കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ശുദ്ധീകരണ പരിപാടികൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ അടക്കമുണ്ട്. പല കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമുക്ക് തോന്നുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ഈ കാലഘട്ടം മാറിയില്ല. പക്ഷേ ഓരോ വിശ്വാസത്തിനെയും അവരുടെ വിശ്വാസത്തിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇവിടെ ഇടപെട്ടിരിക്കുന്നത്. അത് ഇതര മതങ്ങൾക്കാണെങ്കിലും ഇത് തന്നെയാണ് സംഭവം. ആ വിശ്വാസികൾക്കുള്ളതാണ് ആ ക്ഷേത്രം. അതിനകത്ത് വിശ്വാസമില്ലാത്തവരവിടെ പോകണ്ട. ആ വിശ്വാസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും അതിനെ ചെറുക്കുക തന്നെ വേണം. ഒരു വിശ്വാസത്തിന് നാളെ ഒരാളവിടെ പോയിട്ട്, എനിക്ക് അവിടെ പോയിട്ട് ഇപ്പം ഞാൻ ബീഫ് കഴിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ വശത്ത് കൊണ്ടുവച്ച് എനിക്ക് ബീഫ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എൻ്റെ എന്താ പറയുക അതിന്, അങ്ങനെ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ. സോ അതാണ് പറയുന്നത്, അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല. ഒരു വിശ്വാസം ഓരോ വിശ്വാസികൾക്കും ഉള്ളതാണ്. ഓരോ ക്ഷേത്രങ്ങളാണെങ്കിലും വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങളാണെങ്കിലും അത് അവർക്കുള്ളതാണ്. അവരുടെ ആ രീതികൾക്ക്, ആ കീഴ്വഴക്കങ്ങൾക്ക് മറിച്ച് ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. ഭക്തർക്കുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു. അവർ ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ബാങ്കിന്റെ ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു. അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ, അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയിലാണ് ഇപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാമത് ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്ന തുടർന്നാണ് പരാതി നൽകിയത്. അത് കൂടാതെ ദേവസ്വം ബോർഡിന്റെ പരാതി കൂടാതെ ഒരു സ്വകാര്യ വ്യക്തി കൂടി പരാതി നൽകിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ അതായത് ക്ഷേത്രത്തിന്റെ പരിസരത്തിന്റെ അകത്ത് ക്യാമറയോ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരണം പാടില്ല എന്നുള്ളൊരു കാര്യം നിലനിൽക്കെ അവിടെ ആ ഒരു കാര്യത്തിന് മറികടന്നുകൊണ്ട് അവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. അവിടെ മറ്റേ ഈ കാണിക്ക വയ്ക്കുന്നതിന്റെ ആ വഞ്ചിയുടെ മുകളിൽ വെച്ചിട്ട് എന്താ പറയാ, ഇതൊക്കെ ചെയ്യുന്നു. എന്താ പറയാ, അവർ മാലയൊക്കെ ഇട്ടിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നു. കലാപാഹ്വാനം അടക്കമാണ് FIR ചേർത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എന്താണ് ഇതിൽ ജസ്നയുടെ നിലപാട് നടക്കുമ്പോൾ അറിയേണ്ടതുണ്ട്. നിലവിൽ പരാതിയിൽ കേസെടുത്തതിന്മേലുള്ള തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്താണ് ഈ പറയുന്നത് വിശ്വാസം എന്തു ആയിക്കോട്ടെ, അത് വിശ്വസിക്കുന്നവരുടെ അതാണ്. അത് നിങ്ങൾക്ക് മറ്റത് ഇതര വിശ്വാസമാണെങ്കിൽ ഓക്കെ. ഞാൻ സത്യം പറയാച്ചാൽ എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇഷ്ടപ്പെടാതെ
വിശ്വസിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലെ ഒരു 4-5 വയസ്സ് തൊട്ടേ എൻ്റെ വീട്ടുകാരെന്നെ കണ്ണാന്ന് വിളിക്കുമായിരുന്നു. എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അത്രയും മതവിശ്വാസികളോ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കാരാണ് അവർ. പക്ഷെ എന്നാൽ പോലും അവർ കണ്ണാന്ന് വിളിക്കുകയും വീട്ടിൽ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു സുഹൃത്ത്. ഓക്കെ, ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം മനസ്സിലായല്ലോ, പുള്ളിക്കാരത്തി എത്തിയിട്ടുണ്ട്. 43 നട്ടപ്പാതിരാട്ടോ, AM PM AM. അപ്പൊ നട്ടപ്പാതിരായിട്ട് എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ തോളി കണ്ടോ ഒരു കൈ, ഈ കൈ എന്നെ ഇറുക്കാൻ വന്ന കൈയാണ്. ഒരുപാട് കാലമായി കാണിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുള്ള എന്റെ മകനാണിത്. എത്ര പേര് വിശ്വസിച്ചത് എന്റെ മകനാ? കളർ കണ്ടാല് ഞാനും കളർ കണ്ടാൽ ഞാനും അവരുടെ മകനാണ് കേട്ടോ. ഉമ്മയും മോനുമാണെന്ന് പറയില്ല. പക്ഷെ ഇതെന്താണെന്നറിയോ, നമ്മള് കുട്ടിക്കാലത്തുണ്ടല്ലോ ഈ കുളിപ്പിച്ചിട്ട് തോർത്താൻ മറന്നു പോയതാ, അന്നപ്പോ കരിഞ്ഞു പോയതാട്ടോ ഇത്. അപ്പൊ ഇത് ആരാന്ന് ചോദിച്ചാല് എന്റെ മൂത്ത സഹോദരിയുടെ, എന്റെ മൂത്ത പുത്രൻ, ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായ ആദ്യ സന്താനമാണ് ഇത്. ഞാൻ ഒരു വീഡിയോയുടെ ഓക്കെ. അപ്പോൾ അത് മകനല്ല, മൂത്ത സഹോദരിയുടെ മൂത്ത പുത്രനാണ്. ഇനി ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വിഷയം, ഒരു ഡയറക്റ്റായിട്ട് ഇതുമായിട്ട് ഇവരുടെ ആ ഒരു പള്ളി ഉണ്ടാവുമല്ലോ, ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മഹൽ. അപ്പോൾ ആ സ്ഥലത്തുള്ള ആളുടെ പ്രതികരണം കാണാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അവസാനം ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് ഹൈക്കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജസ്ന സലീം താമസിക്കുന്ന പ്രദേശത്തെ അവരുടെ മഹല്ല് കമ്മിറ്റിയിലെ സെക്രട്ടറിയുമായി ഞാനിന്ന് സംസാരിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കുറുങ്ങാട് സെൻട്രൽ ജമാഅത്തിലാണ് ഇവർ താമസിക്കുന്നത്. ആ മഹല്ലിലെ സെക്രട്ടറിയായ ഫൈസൽ സാഹിബുമായി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു സ്ത്രീ ഇസ്ലാമിനെയും സമുദായത്തെയും സംഘപരിവാർ ശക്തികൾക്ക് ഒറ്റുകൊടുത്തുകൊണ്ടും മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുക. ഇപ്പം ഞാനൊരു ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഇസ്ലാം മുസ്ലിം വിശ്വാസി ആയിക്കോട്ടെ, എന്തു ആയിക്കൊണ്ട് പോട്ടെ, മറ്റേ ഈ പാഴ്സി, ജൈന, ബുദ്ധ, എന്തു ആയിക്കോട്ടെ, സിഖ്, നിങ്ങൾക്ക് ഏത് മതവിഭാഗത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ അകത്ത് പോയിട്ട് ആ വിശ്വാസത്തിൻ്റെ അകത്തൊക്കെ ഇടപെട്ടിട്ട് ആ മതം മറ്റുള്ള കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വാദോരാതെ പറയുകയും എന്നാൽ ഈ മതത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ആ എക്സിസ്റ്റൻസ് അതൊരു സത്യം പറഞ്ഞൊരു വൈരുദ്ധ്യമല്ലേ, ഒരു കോൺട്രഡിക്റ്ററിയാണ്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇവർ ഒരേ സമയത്ത് ജസ്ന സലീം എന്നുള്ളൊരു നാമധാരി, അവർ ശരിക്കും കൃഷ്ണന്റെ പടം വരയ്ക്കുന്നതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ആർക്കും വരയ്ക്കും. ഒരു കലാകാരൻ, ഒരു കലാകാരി, അവർക്ക് ഇതര മതത്തിലോ മറ്റുള്ള കാര്യങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും വരയ്ക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ആ ഒരു സാധനത്തിൻ്റെ അകത്ത് കൂടുതൽ ഇറങ്ങിപ്പോയിട്ട് അതിനിങ്ങനെ ഭയങ്കരമായിട്ട് വാദോരാതെ പൊഴുത്തി പറയുകയും അതിനകത്ത് തന്നെ സ്വന്തം ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പം ഒരു മതസ്പർദ്ധ പരസ്പരം ഉണ്ടാക്കും. ഞാനൊരു മതത്തിൽ ഇന്ന മതത്തിലുള്ള ഒരാളാണേ, അത് ഞാൻ പക്ഷേ നിങ്ങളുടെ മതത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ മതത്തിലുള്ള ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മതങ്ങളെ തമ്മിൽ കൂട്ടി അടുപ്പിക്കുന്ന ഒരു പരിപാടി, ശരിക്കും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരിപാടി തന്നെയാണ് ഇവിടെ. അവർ വരയ്ക്കുന്ന കൃഷ്ണ വിഗ്രഹമോ കൃഷ്ണന്റെ പടമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങളോ എന്തോ അത് ആർക്ക് വേണം വിൽക്കട്ടെ, അതിനകത്തുള്ള ഇത് കണ്ടെത്തട്ടെ. പക്ഷെ അവർ ഈ ഒരു സാധനം ഒരു വരുമാന മാർഗമാക്കുന്നതിനും അപ്പുറം ഇതിനകത്തൊരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കലർത്തി സമൂഹത്തിൻ്റെ അകത്തൊരു ചെറിയൊരു എന്താണ് ആൾക്കാർ തമ്മിൽ തെറ്റിക്കുന്ന ഒരു പരിപാടി ഇതിനകത്ത് നൈസായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആക്കം കൂട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ത്രീയുടെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? ഇവരെ മഹല്ലിൽ നിന്നും പുറത്താക്കുന്നത് അടക്കമുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായി തന്നെ ചോദിച്ചു. ഞാൻ സെക്രട്ടറിയുമായി നടത്തിയ ഫോൺ സംഭാഷണം ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഫൈസൽ സാഹിബ് അല്ലേ? കുറുങ്ങാട് സെൻട്രൽ ജമാഅത്തിന്റെ സെക്രട്ടറി. എന്റെ പേര് ഹസൻ എന്നാണ്, ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ജമാഅത്തിൽ ഒരംഗം ഉണ്ടല്ലോ, സലീം എന്ന് പറഞ്ഞിട്ട് ഒരാള്. അപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പൊ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ട്. അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ നിരീക്ഷണത്തോടു കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ കുറെ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേള അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അപ്പോ ഒരു മഹൽ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അത് അവര് രജിസ്റ്റർ ചെയ്തത് ഞങ്ങളെ മഹല്ലല്ല.
അവർ രജിസ്റ്റർ ചെയ്ത കുറവങ്ങാട് മഹല്ല. നമ്മളെ മഹലിൽ അവർ രജിസ്ട്രേഷനോ കാര്യങ്ങളോ നമ്മളെ മഹലിലേക്ക് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ കുട്ടികൾ കുറച്ച് നമ്മളെ മദ്രസ പഠിച്ചെന്നല്ലാതെ നമ്മളായിട്ട് വേറെ യാതൊരു ഇത് ബന്ധമില്ല. അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള ഖബർസ്ഥാനുള്ള മഹലിൽ തന്നെയല്ലേ ഇവർ അങ്ങോട്ടുള്ളത്? അതെ അതെ, അവരങ്ങായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അവർക്ക് അതിന്റെ സെക്രട്ടറി അതിന്റെ ഏരിയ തന്നെ താമസിക്കുന്നത്. അത് ശരി. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാഅത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല? ഇല്ല, അവരതിനാണ് കാത്തിക്കുന്നത്. എങ്ങനെ? അതിനാണ് കാത്തിക്കുന്നത്. അതായത് ഇങ്ങനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കളികളെല്ലാം കളിക്കുന്നത്. അത് ശരി. അപ്പൊ പിന്നെ എന്നാ പിന്നെ മഹലിനെ അവരെ ഒഴിവാക്കാമല്ലോ. അപ്പോ അവിടെ ഇവര് കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ വരെയായിട്ട് രക്ഷിതാവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവളൊരു ഇസ്ലാമിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രം ഇട്ടിട്ടാണ് മദ്രസയിൽ വന്നത്. അപ്പൊ ഉസ്താദ് പറഞ്ഞ് ഈ ദിവസം ഇവിടെ വരാൻ പറ്റില്ല, പുറത്തിറങ്ങണം. അതിന് അവര് കുട്ടീന്റെ TC വാങ്ങി അവർ പോയി. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തുള്ള കാര്യം കേട്ടല്ലോ. അപ്പോൾ അവരുടെ മഹലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ആ ഒരു വോയിസ് ക്ലിപ്പൊക്കെയാണ് കേട്ടത്. അപ്പോൾ അവിടെ മഹലിൽ നിന്നും വേർപെട്ടൊക്കെ നിൽക്കുന്നൊരു തരത്തിലാണ് അവരുടെ പെരുമാറ്റം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളും. സോ എന്തായിരുന്നാലും ഇത് മൊത്തത്തിൽ ഒരു മതപരമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടി ഇവിടെ നൈസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തി. ഇത് കേൾക്കുന്ന ഇവരെ ഒരുപാട് സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ടാവും ഈ രണ്ട് മതവിഭാഗത്തിനകത്തുള്ള. അവർ ഈ സംഭവം ചേരിതിരിഞ്ഞ് വർത്തമാനം പറയാനുള്ള സാധ്യതയും ഇവരെ വെറുക്കുന്നവരും അനുകൂലിക്കുന്നവരുമായിട്ടുള്ള രണ്ട് മതത്തിലുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാൻ നിസ്സാരമായ ചെറിയ വിഷയങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ വിഷയങ്ങളിലേക്ക് ഇത് മാറാനൊക്കെ ഇത് ധാരാളം തന്നെയാണ്. സോ എന്തായിരുന്നാലും ജസ്ന ചേച്ചി എന്തായാലും ഇപ്പോൾ ഒളിവിലാണ്. വന്നേക്കുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. എന്തായിരുന്നാലും പുള്ളിക്കാരത്തി ഹൈക്കോടതി കോടതി ഇലക്ഷൻ പോലുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലുള്ള കോടതി പറഞ്ഞിട്ടുള്ള ഉത്തരവിന് മേൽ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും മതസ്പർദ്ധ ഈ ലഹള ഉണ്ടാക്കാൻ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള കേസൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. അറസ്റ്റാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൾ ഒളിവിലാണെന്നുള്ളതാണ് അറിയുന്നത്. ഇനി മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ മാപ്പ് വീഡിയോ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. ഇക്കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനൊരു കാര്യം പറയാം. ഈ മതവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വച്ച് തിന്നാൻ വേണ്ടി നിൽക്കുകയും നമ്മുടെ ഈ മതത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വാദോരാതെ പറയുകയും ചെയ്യുന്ന എല്ലാവരും അല്ല, നല്ല ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാപട്യ വേഷധാരികളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം എന്ന് മാത്രമേ എനിക്ക് ഈ സിനിമത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനപ്പാറ പറഞ്ഞ പോലെ കണ്ടിരിക്കുന്നവനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് വെച്ച് കൊടുക്കുന്നതൊക്കെ ഭവാന്റെ ഈശ്വരൻ്റെ കളിയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാറ് ഗൈസ്. ബൈ.